യൂറോ വേൾഡ് ക്ലാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിന് മേലെയായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. വേറൊന്നല്ല, വർക്ക് നല്ല തിരക്കിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ എറണാകുളത്താണ്, ഞങ്ങളുടെ ഓഫീസും ഞങ്ങളുടെ ഫാബ്രിക്കേറ്റിംഗ് യൂണിറ്റും എല്ലാം എറണാകുളത്ത് തന്നെയാണ്. അപ്പൊ നമുക്കിപ്പോൾ പുറത്തുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കോൾസും ഓർഡേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ പോയി ചെയ്യണതിന്റെ ആ തിരക്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറൊന്നല്ല, നമ്മൾ ഒരു സൈറ്റിൽ ദൂരെ പോയി ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് വർക്ക് തീർക്കും. അപ്പൊ ചിലപ്പോൾ അവിടെ മറ്റുള്ള വർക്കുകളൊന്നും തീർന്നിട്ടുണ്ടാവില്ല, പെയിന്റിങ്ങോ അങ്ങനെയുള്ള വർക്കുകളൊന്നും തീർന്നിട്ടുണ്ടാവില്ല. അപ്പൊ മൊത്തത്തിൽ വീട് ക്ലീൻ അല്ലായിരിക്കും. അപ്പൊ നമുക്കത് വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് വൃത്തിയാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് പിന്നത്തേക്കാക്കും, പിന്നെ മടിയായിട്ട് അങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വൈകി പോണേ. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാനൊരു 2-3 സൈറ്റിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേര് നമ്മളെ വിളിച്ച് കുറേ സംശയം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ അലുമിനിയം കിച്ചണിൽ മറ്റുള്ള വുഡൻ കിച്ചണിൽ ഫിറ്റ് ചെയ്യുമ്പോഴത്തെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ, പിന്നെ നമുക്ക് കിച്ചന്റെ ബേസ് യൂണിറ്റിൽ നിന്ന് ടോപ്പ് വരെയുള്ള ഹൈറ്റ് എത്രയാണ്, വാൾ യൂണിറ്റിന്റെ ഹൈറ്റ് എത്രയാണ്, അതിന്റെ ഡെപ്ത് എത്രയാണെന്നൊക്കെ ഒത്തിരി സംശയങ്ങൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഓഫീസിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ കിച്ചൺ ഡെമോ ഇട്ടിട്ടുണ്ട്. കിച്ചണും അതുപോലെ തന്നെ ബെഡ്റൂം, വാർഡ്രോബും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെമോക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ചെറിയ വീടിൻ്റെ ഒരു വർക്ക് ചെയ്തു. ഒരു കിച്ചൺ ക്യാബിനറ്റും അതുപോലെ തന്നെ ഒരു TV യൂണിറ്റ്, പിന്നെ ഒരു സ്റ്റെയർ കേസിന്റെ താഴെ ഒരു ക്യാബിനറ്റ്, അങ്ങനെയുള്ള ഒരു കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ ഒരു കിച്ചൺ ക്യാബിനറ്റ് ആണ്. ഇത് ഓൾറെഡി കസ്റ്റമർ ഇവിടെ സ്ലാബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഫേസ് മാത്രം ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കണേ. ഇവിടെ ഇതിന്റെ കളർ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തേക്കുന്നത് ഡാർക്ക് കോഫിയും പിന്നെ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറും ആണ് നമ്മളിവിടെ കളർ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തേക്കണേ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കണേ. ഇതിന്റെ ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, താഴത്ത് ബോക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ചെയ്തേക്കണേ. നമ്മൾ ഈ സ്ലാബിന്റെ ഫ്രണ്ടിലായിട്ട് ഇവിടുത്തെ ഷട്ടേഴ്സ് മാത്രം ആണ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മേളിൽ നമ്മൾ ഈ ജനലിന്റെ 2 സൈഡുമായിട്ട് നമ്മൾ 2 ചെറിയ ബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മേളിലോട്ട് ലോഫ്റ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കിച്ചന്റെ കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അത് കാണാൻ കഴിയും. പിന്നെ വളരെ എന്താ പറയുക, ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നമ്മൾ ആക്സസറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഫ്രണ്ട് വശം നമ്മൾ കവർ ചെയ്ത് കളഞ്ഞു. പിന്നെ മേളിൽ കുറച്ച് ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും മാത്രമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ G പ്രൊഫൈല്, അതായത് ഹാൻഡിൽ പ്രൊഫൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് മെയിൻ ആയിട്ടുള്ള ഷീറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ HPL PVC ഷീറ്റാണ് കേട്ടോ. അതായത് ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റ് ഇപ്പോൾ PVCയിൽ വരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയ്തത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഒരു ക്യാബിനറ്റും പിന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു TV യൂണിറ്റും ആണ് കേട്ടോ. അതിനകത്ത് താഴെ ഒരു സ്റ്റോറേജ് ബോക്സ് ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മേളിൽ ഒരു ഓപ്പൺ ബോക്സും ചെയ്തിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇത്രയും വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ വർക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിലോ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം.